വിശുദ്ധ റമദാൻ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന മാസമാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ പ്രതീക്ഷയ്ക്ക് ധാരാളം കാരണങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ എല്ലാ കാലത്തും മുസ്ലിം സമൂഹത്തിന്, സമുദായത്തിന് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പ്രയാസപ്പെടുന്ന സമുദായത്തിന് ആത്മധൈര്യവും നിലനിൽപ്പിനുള്ള അവരുടെ ധൈര്യവുമൊക്കെ എന്നും നൽകുന്ന ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട സ്മരണയിലേക്ക് മുസ്ലിം ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബദർ അനുസ്മരണത്തിന് ഞാനിവിടെ മുതിരുന്നില്ല. ബദർ അടക്കമുള്ള ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങൾ അതിജയിച്ചുകൊണ്ടുള്ള വിജയങ്ങൾ നേടിയ മാസമാണ് വിശുദ്ധ റമദാൻ. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഈ ഉമ്മത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്ന അന്ത്യനാൾ വരെ ലോക മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പുണ്യകേന്ദ്രമാകുന്ന മക്ക എന്ന പുണ്യപ്രദേശം, അത് ഈ സമുദായത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ പലായനം ചെയ്ത് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ആ മക്ക ഇസ്ലാമിന്റെ അധീനതയിലേക്ക് തിരിച്ചു വന്നതും മക്കം ഫത്ഹ് എന്ന് പറയുന്ന ആ വിജയം ലോകത്തുണ്ടായതും മറ്റൊരു വിശുദ്ധ റമദാനിലാണ്. അതുകൊണ്ട് റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായും ഭൗതികമായും വലിയ പ്രതീക്ഷ നൽകുന്ന മാസമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിലപ്പുറം എത്രയോ മനുഷ്യന്മാർ നരകത്തിന്റെ കുണ്ടിലേക്ക് വീഴാൻ കാത്തിരുന്ന പല ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിമിത്തമായ ജീവിതത്തിന്റെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് വിശുദ്ധ റമദാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 13 ദിവസം പിന്നിടുകയാണ്. റമദാനിന്റെ വിശുദ്ധമായ ഈ പ്രതീക്ഷകൾ ധാരാളം വാനോളമുള്ള ഈ പ്രതീക്ഷയുള്ള മാസം, അതിൻ്റെ 13 ദിവസങ്ങൾ പിന്നിട്ട് പാതി പിന്നിടാൻ പോകുമ്പോൾ നമുക്കൊന്ന് പിന്നിട്ട ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. വലിയ ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് റമദാനിലേക്ക് കടന്നു വന്ന ഒരു സമൂഹമുണ്ട്. ഒരു ലക്ഷ്യവുമില്ലാതെ റമദാനിനെ സ്വീകരിച്ച് റമദാൻ കഴിച്ചുകൂട്ടുന്ന മറ്റൊരു സമൂഹത്തെയും ഒക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ റമദാൻ ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ 50 വയസ്സ് കഴിഞ്ഞവർ, 60 വയസ്സ് കഴിഞ്ഞവർ, 70 പിന്നിട്ടവർ, 80 പിന്നിട്ടവരൊക്കെ ഉണ്ടാകും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ വിശുദ്ധ മാസം പിറക്കുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ഈ മാസത്തിലേക്ക് കടക്കാൻ അവസരം കിട്ടാതെ മരിച്ചുപോയവരും റമദാൻ പിറന്നതിന് ശേഷം വഫാത്തായവരുമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മർഹമത്തും മഗ്ഫിറത്തും നൽകുമാറാവട്ടെ. പക്ഷേ 50 കൊല്ലം പിന്നിട്ട ഒരാൾ, 60 വർഷം പിന്നിട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ 15 വയസ്സ് പിന്നിട്ടതിന് ശേഷമുള്ള വർഷങ്ങളുടെ എണ്ണം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 25ഉം 30ഉം 40ഉം റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി എത്ര റമദാൻ എന്നത് അള്ളാഹുവിന് മാത്രം നിജപ്പെടുത്താൻ, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ഇനി എത്ര റമദാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ പരമകാരുണ്യകനായ അർഹമുറാഹിമായ കാരുണ്യം ഈ സൃഷ്ടികളിലേക്ക് എത്രയും വാരിക്കോരിച്ചൊരിയാൻ ആ വിശാലമായ റഹമത്തിന്റെ കേദാരമാകുന്ന പടച്ച തമ്പുരാൻ നമ്മളോടുള്ള കൃപ കൊണ്ട്, നമ്മോടുള്ള കരുണ കൊണ്ട് നമുക്ക് അനുവദിച്ച വിശുദ്ധ മാസത്തിലെ 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സഹോദരന്മാരെ. എന്തായിരുന്നു കഴിഞ്ഞ 13 ദിവസം?
അള്ളാഹു നമുക്ക് ചെയ്തു തന്ന കരുണയുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം അള്ളാഹുവിന് നമ്മോട് എന്ത് ബാധ്യതയാണുള്ളത്? സിട്ടാവായ അള്ളാഹുവിന് നമ്മുടെ ഇബാദത്തിലേക്ക് എന്ത് ആവശ്യമാണുള്ളത്? സിട്ടാവായ യജമാനനായ റബ്ബുൽ-ആലമീനായ തമ്പുരാന് നമ്മുടെ സുജൂദിനും റുക്കൂഇനും തസ്ബീഹിനും എന്താവശ്യമാണ് അള്ളാഹ്ക്കുള്ളത്? പക്ഷെ നമുക്ക് അള്ളാഹുവിനോട്, സിട്ടാവായ അള്ളാഹുവിനോട്, സിട്ടാവിനോടാണല്ലോ ഏറ്റവും വലിയ ബാധ്യതയും കടപ്പാടുമുള്ളത്. ആ കടപ്പാടും ബാധ്യതകളും ഓരോ മനുഷ്യരുടെയും തലത്തിനനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങൾ. എല്ലാവർക്കും റബ്ബിനോട് കടപ്പാടുണ്ട്. പക്ഷേ പല ആളുകൾക്കും അള്ളാഹു ചെയ്തു കൊടുക്കുന്ന എല്ലാവർക്കും കണക്കല്ലാതെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എത്ര അനുഗ്രഹീതരാണ്. ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ ജുമഅ 2:30ക്കും 3 മണിക്കും ഒക്കെ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ വളരെ സമാധാനത്തോടുകൂടെ വലിയ ആഘോഷമായി നടക്കുന്ന ഹോളി ആഘോഷത്തിന്റെ പേരിൽ പള്ളികൾക്ക് പോലും ഹിജാബ് ഇടണമെന്നും മുസ്ലിമീങ്ങൾ താർപോളിൻ കൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങട്ടെ എന്ന് പോലും ഔദ്യോഗിക തലത്തിലിരിക്കുന്ന ആളുകൾ നാണമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു കാലത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് സാധിക്കില്ല. അള്ളാഹു നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് ഹോളി ആഘോഷം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും ഉള്ളതാണോ? ക്രിസ്തുമസും ദീപാവലിയും കളറ് പൂശി കളറ് വാരി വിതറി ആഘോഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ മതത്തിന്റെ പേരിലുള്ള ആഘോഷമാണെങ്കിൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ മറ്റൊരു വിഭാഗം ആളുകൾ വളരെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ജുമഅ നിസ്കാരങ്ങൾക്ക് പോലും പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു ആഘോഷമായി മാറുന്നത് എത്രമാത്രം വലിയ ഭീഷണിയാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ അവിടുത്തെ മുസ്ലിമീങ്ങൾ സൗഹൃദത്തിന് വേണ്ടി രാജ്യത്തിന്റെ ആ ഒരു സമാധാനം തകരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഘോഷത്തെ മാനിച്ച് ജുമഅയുടെ സമയത്തെ പോലും ക്രമീകരിച്ചു കൊടുക്കുകയാണ്. കാരണം സംഘർഷങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും കലാപങ്ങൾക്കുമല്ല പ്രാധാന്യമുള്ളത്. ഈ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ്. ഈ ഭാഗ്യത്തിന് എത്ര ശുക്ർ ചെയ്യണം നാം അള്ളാഹുവിന്. നോക്കൂ, നിങ്ങൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെ കൈമാറിയിട്ട് സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ഗസയിൽ 14 ദിവസമായിട്ട് ഭക്ഷണവും അന്നപാനീയങ്ങളും അടിസ്ഥാന ജീവിത സംവിധാനങ്ങളും തടഞ്ഞു വെച്ച് പട്ടിണി കിട്ടിയ ഒരു സമൂഹത്തെ കൊല്ലുമ്പോഴും അവിടെയും തറാവീഹും നിസ്കാരവും നോമ്പും നടക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ. പറഞ്ഞു വന്നത്, അങ്ങനെ ഒക്കെ ലോകത്തുണ്ടാകുമ്പോഴും നമുക്ക് കുറെ സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടും ആ അള്ളാഹുവിനോട്, ആ സിട്ടാവിനോട്, ആ സിട്ടാവിൻ്റേത് മാത്രമെന്ന് പറയാൻ പറ്റുന്നത് അനുഭവിച്ച് ജീവിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, സാധുവായാലും മുതലാളിയായാലും സമ്പന്നനായാലും രോഗിയായാലും ഭിന്നശേഷിക്കാരനായാലും പൂർണ്ണ ആരോഗ്യമുള്ളവനായാലും ജീവിതത്തിന്റെ ഏത് തലത്തിലുള്ള മനുഷ്യനായാലും സഹോദര, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ അനുഭവിക്കാത്ത കണക്കല്ലാത്ത നിഅമത്ത് ഇവരെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ ആളുകളും, മുതലാളിയും സാധുവും അവിടെയാണ്. മുതലാളിയായി എന്നത് ശരിയായിരിക്കാം, പക്ഷെ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിയാൽ ആർക്കും അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ലെന്ന വിശുദ്ധ ഖുർആനിന്റെ 1-ൽ കൂടുതൽ സ്ഥലങ്ങളിലുള്ള പ്രഖ്യാപനത്തെ ഓരോ വിശ്വാസിയും നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണം സഹോദരന്മാരെ. കാരണം ഓരോ അനുനിമിഷ നേരവും റേഷനായി നമുക്ക് ലഭിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ എല്ലായിടത്തുനിന്നും കിട്ടുന്ന സാധനമല്ല. നാം ശ്വസിച്ച് പുറത്തേക്ക്
നിരന്തരം അല്ലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. 1000 കൊല്ലം ഒരാൾ ഇവിടെ ജീവിച്ചാലും 10,000 കൊല്ലം ജീവിച്ചാലും അയാൾ ഈ പ്രക്രിയക്ക് വിധേയനായിട്ട് ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് ശുക്ർ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ആകാശത്തോളം ഇല്ല, അല്ലെങ്കിൽ 10, 20, 30, 40, 400 കിലോമീറ്ററോളമില്ല. മറിച്ച് ഓക്സിജൻ അന്തരീക്ഷത്തിലെ ഒരു നിർണിതമായ ലോകത്ത് മാത്രമേ ഉള്ളൂ. ഈ ഓക്സിജനിലെ ഒരു മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജനെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് വല്ല വകുപ്പും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ. നിങ്ങളും ഞാനും മാത്രമല്ല, ഈ പ്രകൃതിയിലെ ഓരോ പുല്ലിനും, ഓരോ ചെടിക്കും, ഓരോ മരത്തിനും, ഓരോ ജീവജാലങ്ങൾക്കും, ഓരോ ജന്തുക്കൾക്കുമൊക്കെ ആവശ്യമുള്ള ഒന്നാണ് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചവും ഊർജവും എന്ന് പറയുന്നത്. സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രദേശത്തുകാർക്കും കിഴക്കും പടിഞ്ഞാറും ഉദയാസ്തമാനം അനുഭവപ്പെട്ടുകൊണ്ടു പോവുകയാണ്. പക്ഷേ നാം മനസ്സിലാക്കണം, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വം മനസ്സിലാക്കാൻ അസ്തമാന സമയത്തുമല്ലാതെയും നിങ്ങളുടെയും എന്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായ സൂര്യന്റെ രശ്മികൾ, വെളിച്ചമടക്കം അതിന്റെ ഊർജമടക്കമുള്ള ആ ഒരു സംവിധാനത്തിൽ ലോകത്ത് മനുഷ്യർക്ക് എന്ത് പങ്കാണുള്ളത് എന്ന ഒരു ചിന്ത നമുക്ക് വേണ്ടേ സഹോദര? നിരീശ്വര നിർമ്മത ഭൗതികവാദങ്ങൾക്ക് ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? നോക്കൂ നിങ്ങൾ, ഒരു ബൾബ്, ഒരു ലൈറ്റ്, ഇവിടെ ധാരാളം ലൈറ്റുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലൈറ്റുകൾക്ക് ആവശ്യമായ ഊർജം മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി പ്ലാന്റുകളിൽ നിന്നോ ഡാമുകളിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമറുകളിലേക്ക് എത്തുന്ന വൈദ്യുതി പലയിടങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്ത് വ്യാപിച്ച് അത് പലയിടത്തും ബൾബായി കത്തുന്നുവെങ്കിൽ സൂര്യൻ ഒരു മഹാ അത്ഭുതമല്ലേ? ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത അത്ഭുതമല്ലേ? ആ സൂര്യൻ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന ബൾബ് മാത്രമല്ല, ലൈറ്റ് മാത്രമല്ല, ലോകത്തെ 10,000 ലൈറ്റുകളെ കത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കാൻ ആവശ്യമായ ഊർജവും ആ ലൈറ്റിൽ നിന്ന് തന്നെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സോളാർ സംവിധാനങ്ങൾ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യൻ സാങ്കേതികമായി സംവിധാനിച്ചതാവാം, പക്ഷേ മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരു സംവിധാനം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ തലച്ചോറിൽ ഇട്ടുകൊടുത്തിട്ടില്ല. ചില ആളുകളുടെ തലയിൽ, ചിന്താശേഷിയുള്ള മനുഷ്യന്റെ തലച്ചോറിൽ അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു ആശയമാണത്. പക്ഷേ അവിടെ നാം ചിന്തിക്കേണ്ടത്, ഒരേ സമയം പ്രകാശിക്കുകയും വിളക്കാകുകയും ലോകത്തെ മുഴുവനും ജ്വലിപ്പിക്കുകയും അതോടൊപ്പം ലോകത്തെ അനേകം ലൈറ്റുകളെ അല്ലെങ്കിൽ യന്ത്രങ്ങളെ അല്ലെങ്കിൽ പലതിനെയും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതിയും കൂടി കൊടുക്കുന്ന ഒരു ലൈറ്റ് ആര് സംവിധാനിച്ചതാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ? ആ ചോദ്യത്തിന് മറുപടിയില്ലെങ്കിൽ, ആ ചോദ്യത്തിന് മറുപടിയില്ല, ഒന്നും പറയാനില്ല, അത് അങ്ങ് ഉണ്ടായതാണെന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത, ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത തനി ഭ്രാന്തന്മാരുടെ ലിസ്റ്റിൽപ്പെടുത്തേണ്ട ആളുകൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ പള്ളി എത്ര മനോഹരമായി, ഗ്രാൻഡ് മസ്ജിദ് ഇതാ ഗ്രാൻഡായി കൊണ്ടേയിരിക്കുകയാണ് വീണ്ടും വീണ്ടും. ഈ ലൈറ്റൊക്കെ ഇവിടെ വെറുതെ അങ്ങ് കത്താണെന്ന് പറഞ്ഞാൽ, ഇതിനു വേണ്ടി രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി പണിയെടുത്ത് ഇതിനു വേണ്ടി അധ്വാനിച്ച് ഇതൊക്കെ സംവിധാനിച്ച തൊഴിലാളികൾ, എഞ്ചിനീയർമാർ, അതിൻ്റെ ആളുകൾ ലോകത്ത് നമ്മുടെ ഭ്രാന്തരെന്ന് വിളിക്കുമെങ്കിൽ, അള്ളാഹു എന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയാൻ പറ്റുന്ന ഇതുപോലൊത്ത ആകാശത്തിലും ഭൂമിയിലും കടലിലും കരയിലും ഭൂമിയുടെ അന്തർഭാഗങ്ങളിലെ നിധികുംഭങ്ങളിലും ഒക്കെ അള്ളാഹു അഥവാ വെച്ചിട്ടുള്ള, സംവിധാനിച്ചിട്ടുള്ള അനേകായിരം കോടി ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ച് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിരന്തരം ഞാനും നിങ്ങളും ഒന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 1000 കൊല്ലം സുജൂദിൽ മാത്രം കിടന്ന് നോമ്പെടുത്ത് സുജൂദിൽ കിടന്നാലും റബ്ബിനോടുള്ള ശുക്റാവില്ല സഹോദരന്മാരെ. അള്ളാഹു നമ്മളെ ശാക്കിര്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ആ പടച്ച തമ്പുരാൻ നമ്മോട് ജീവിതത്തിൽ ധാരാളം
നിബന്ധനകൾ, ജീവിതത്തിന് ഒരു ബൈലോ, ഒരു നിയമം, ഒരു വ്യവസ്ഥിതി നമ്മെ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിലൂടെ. ആർക്ക് വേണ്ടിയാണത്? ആർക്ക് വേണ്ടിയാണത് സഹോദരന്മാരെ? ആ വിശുദ്ധമായ മതത്തിന്റെ നിയമം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മാത്രമാണ്. അതാണ്, അള്ളാഹുവിന് വേണ്ടിയല്ലല്ലോ. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മഹാരഥന്മാരായ മുഴുവൻ പ്രവാചകന്മാരും അവരുടെയൊക്കെ മക്കളോട്, സന്താനങ്ങളോട് നിരന്തരം ഉപദേശിച്ചൊരു ഉപദേശമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിശ്ചയമായും അള്ളാഹു മതത്തെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച് തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് വേണ്ടി മനുഷ്യരാവുന്ന നമ്മുടെ വളർച്ച, നിലനിൽപ്പ്, സമാധാനം, ആരോഗ്യം, അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനു വേണ്ടിയാണ് ദീനിനെ സംവിധാനിച്ചത്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത്, ഈ ലോകത്തോട് വിട പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിശുദ്ധ മതത്തെ അള്ളാഹു നമുക്ക് സംവിധാനിച്ച് തന്ന് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ചില നിയമങ്ങൾ പറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ ഭൂമിയിലും ആ ആകാശം എന്ന മേൽക്കൂരയുടെ ചുവട്ടിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിരന്തരം അനുഭവിച്ച് ജീവിച്ചിട്ടും അത് നിരന്തരം ലംഘിക്കുന്നൊരു മനസ്സോടുകൂടെ ജീവിച്ച നമുക്ക് വേണ്ടി അള്ളാഹു ഒരു മാസക്കാലം അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രത്യേകം തരുന്ന 10 ദിവസവും, ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിൽ എണ്ണി പറഞ്ഞാൽ ഞാൻ പുറത്തു തരാം, മഗ്ഫിറത്തിനൊരു 10 ദിവസവും. അല്ല, നരകത്തിൽ പേര് രജിസ്റ്റർ ഉറപ്പായ ആളാണോ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ട്. അതുപോലെ നരകത്തിന്റെ ഒരു 10 നരകമോചനത്തിന് ഒരു 10 ദിവസവും നമുക്ക് വേണ്ടി അള്ളാഹു നൽകിയത് റബ്ബ് എത്ര വലിയ കാരുണ്യവാനായതുകൊണ്ടല്ലേ, റബ്ബ് അർഹമുറാഹിമായതുകൊണ്ടല്ലേ. പക്ഷേ ആ സമയത്തെ പോലും അതിന്റെ യഥാർത്ഥ ബഹുമാനത്തോടെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന സങ്കടകരമായ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, പഴയ കാലത്തൊക്കെ നമ്മുടെ റമദാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എത്രയോ നല്ല മനുഷ്യന്മാർ ഇന്നുമുണ്ട് ലോകത്ത്, എത്രയോ നല്ല മനുഷ്യന്മാർ, ലക്ഷോപലക്ഷം വരുന്ന എത്രയോ നല്ല സാത്വികരായ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന, ഒരു കറാഹത്തിനെ പോലും ചിന്തിക്കാത്ത മനുഷ്യന്മാർ ഇന്നും ധാരാളം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈയിടെയായി കുറെ വർഷങ്ങളായി വരുന്ന മാറ്റം വളരെ പ്രകടമാണ്. പഴയ കാലത്തൊരു റമദാൻ എന്ന് പറഞ്ഞാൽ, റമദാൻ മാസമായി കഴിഞ്ഞാൽ ബിസിനസ്സുകാരൊക്കെ അവരുടെ ബിസിനസ്സൊക്കെ നേരത്തെ പൂട്ടിവെച്ച്, ഞാൻ പറയുന്നത് റമദാനി ബിസിനസ്സൊക്കെ മാറ്റി വെക്കണം എന്നല്ല കേട്ടോ, എത്രയോ ആളുകളെ നമുക്കറിയാം അവർ റമദാനിലേക്കുള്ളത് വരെ നേരത്തെ റെഡിയാക്കിയിട്ട് റമദാനിനെ ഫ്രീ ആയി കണ്ട് റമദാൻ ഇബാദത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ഒരു കാലം കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ നമുക്ക് കൂടുതൽ കേൾക്കാൻ സാധിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാർ പോലും പഴയ കാലത്ത് എങ്ങനെയാണ്, വെള്ളിയാഴ്ച പണിക്ക് പോകാത്ത ആൾക്കാരുണ്ടായിരുന്നു. വെള്ളിയാഴ്ച പണിക്ക് പോകണം ഇസ്ലാമിൽ തെറ്റാന്നൊന്നല്ല പറയുന്നത്. പക്ഷേ വെള്ളിയാഴ്ച പണിക്ക് പോകാതെ വെള്ളിയാഴ്ചയെ മാനിച്ചൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. മലപ്പുറത്ത് പോലും നമുക്കറിയാം, ഞങ്ങളൊക്കെ ഇവിടെ ഓതാൻ വരുന്ന, പഠിക്കാൻ വരുന്ന, അല്ലെങ്കിൽ അടുത്ത കാലം വരെ ഒരു 5-8 വർഷം മുമ്പ് വരെ മലപ്പുറത്തൊക്കെ കടകളൊക്കെ ഓഫായിരുന്നു, വെള്ളിയാഴ്ചയായിരുന്നു. ഇപ്പൊ ഞായറാഴ്ചയായി മാറി. ഇങ്ങനെ ധാരാളം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രകടമാണ്. വിശുദ്ധ റമദാനിന് ഒരു പ്രത്യേകത ഉണ്ട്. ജോലിക്ക് പോവുകയാണെങ്കിലും ആ ജോലിയിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും, കാരണം അവർക്കൊന്നും ജോലി മാറ്റിവെക്കാൻ പറ്റിയില്ല, അങ്ങനെ മാറ്റിവെക്കണമെന്നും അഭിപ്രായമില്ല. പക്ഷെ അതല്ല, എന്നാലും ആ ജോലിക്കിടയിലും നിസ്കാര സമയങ്ങളിലൊക്കെ കുറച്ച് നേരത്തെ അവിടുന്ന് വന്ന് പള്ളിയിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കാലം അടുത്ത വർഷങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ വിശുദ്ധ റമദാൻ എന്ന ഒരു മാസത്തിന്റെ ഒരു ബഹുമാനവും അദബുമൊക്കെ നിലനിർത്തി മുന്നോട്ട് പോയിരുന്ന ആ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ് സഹോദരന്മാരെ? വല്ലാത്തൊരു സങ്കടമാണ്. തെരുവിലേക്ക് ഇറങ്ങിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിലെ കൗമാരങ്ങളിലും യുവാക്കളിലും ഉണ്ടായ മാറ്റം വല്ലാത്ത മാറ്റമാണ്. നോമ്പ് എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ്? ഒരു നിസ്കാരം പോലെയല്ലേ സത്യത്തിൽ നോമ്പ് സഹോദരന്മാരെ? ഒരു തക്ബീർ നെയ്യത്ത് വെച്ച് തക്ബീർ ചൊല്ലി കൈകെട്ടിയിട്ട് സലാം പറയുന്ന സമയം വരെ നിസ്കരിക്കാൻ നിന്നാൽ ഈ ഇരിക്കുന്ന ആരെങ്കിലും ആ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരാരെങ്കിലും ഹറാമ് നോക്കുമോ? അവരാരെങ്കിലും വസ്ത്രം അഴിച്ചിടുമോ? അവരാരെങ്കിലും ഭക്ഷണം കഴിക്കുമോ?
അവരാരെങ്കിലും അവരുടെ കൽബിലെന്തോ ചിന്ത, അതൊക്കെ മറ്റു കാര്യം. ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നവരുണ്ടാവൂല എന്നല്ല പറയുന്നത്. പൊതുവെ പ്രത്യക്ഷത്തില് നെയ്യത്ത് വെച്ച് തക്ബീർ ചൊല്ലി കൈകെട്ടി സലാം വീട്ടുന്ന സമയം വരെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിഷിദ്ധമായ ഒന്നും അവരിൽ നിന്ന് സംഭവിക്കാറില്ല. കാരണം അവർ ഇബാദത്തിലാണ്, ഒരു ഇബാദത്തിലാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എന്നതുപോലെയല്ലേ നോമ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് 11 മണിക്കൂറോ 12 മണിക്കൂറോ ദൈർഘ്യം ഉണ്ടെന്നുള്ളൂ. നിയ്യത്ത് വെച്ച് ഫജ്റോടുകൂടെ ആരംഭിച്ച് ഇഫ്താറോടുകൂടെ അവസാനിക്കുന്ന ഒരു ഇബാദത്തിലാണ് നാം എന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം സഹോദരന്മാരെ. നോമ്പിന്റെ ആത്മാവില്ലാത്ത കേവലം ജഡവൽക്കരിക്കപ്പെട്ട നോമ്പുകാരാണോ നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു സമൂഹമെന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നോക്കൂ നിങ്ങൾ, പഴയ കാലത്ത് നമ്മളുടെ നാട്ടില് റമദാൻ 15 കഴിഞ്ഞാലേ ആളുകൾ വസ്ത്രം വാങ്ങാനൊക്കെ പോവുള്ളൂ. വസ്ത്രം വാങ്ങണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നല്ല മനുഷ്യന്മാരൊക്കെ റമദാന് മുമ്പ് തന്നെ ആ പരിപാടിയൊക്കെ കഴിച്ചു വെക്കും. റമദാൻ ആ പണിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി റമദാനിന്റെ 27 കഴിഞ്ഞാലാണ് കുറെ മാറ്റങ്ങൾ സംഭവിക്കുക. ഇപ്പൊ അങ്ങനെയാണോ? അല്ല. ഇപ്പൊ റമദാനിനെ പോലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാനിനെ ആഘോഷിക്കുക അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ? നോക്കൂ നിങ്ങൾ. കാരണം കടപ്പുറത്ത് ഇഫ്താർ സംഘടിപ്പിക്കുക. കടപ്പുറത്ത് നിന്ന് ആര്? ഗ്രാൻഡ് മസ്ജിദിന്റെ മുറ്റത്ത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും സൗകര്യത്തിന് വേണ്ടി ഇഫ്താർ സംഘടിപ്പിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീടുകളിൽ നടന്നിരുന്ന സൽക്കാരങ്ങളെപ്പോലും കടപ്പുറത്തേക്കും ബീച്ചിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അത്താഴും അതേപോലെ തന്നെ എന്തും നോമ്പുതുറ, കുടുംബത്തിന്റെ നോമ്പുതുറ വരെ. കാരണം ഒരാഘോഷമായി മാറുകയാണ്. എന്നിട്ട് പുലരുവോളം ഹയാത്താക്കുകയാണ്. പള്ളിയിലല്ല, ഇബാദത്തിലല്ല, നിസ്കാരങ്ങളിലല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ എല്ലാത്തിനും ഒരു വൈബ് കണ്ടെത്തിയാണ്. എല്ലാം വെറൈറ്റിയാണ്, എല്ലാം വൈറലാക്കുകയാണ്. ഞാൻ ഇത് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണണ്ട. കാരണം സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വൈറലാകാൻ വേണ്ടി കടപ്പുറത്തും തെരുവിലും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പഴയ കാലത്തൊക്കെ പകൽ ടൈമില് മുസ്ലിമീങ്ങളുടെ ഹോട്ടലുകളും കൂൾബാറുകളും തുറക്കാറില്ലെങ്കിൽ അതുവരെ തുറന്നു തുടങ്ങിയിരിക്കുന്നു. എന്തായിരുന്നാലും അല്ലെ, രാത്രി മുഴുവനും തുറന്നിടുന്ന ഒരു സംസ്കാരമുണ്ട്. നല്ല കാര്യമാണ് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആണും പെണ്ണും ഭേദമന്യേ രാത്രി നിസ്കാരത്തിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും രാത്രി പുലരുവോളം പുരുഷന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരികളും കൗമാരപ്രായക്കാരും കറങ്ങി നടക്കുന്ന പുതിയ കാഴ്ച ഈ സമുദായത്തിന് വിശുദ്ധ റമദാനിന്റെ റൂഹില്ലാതെ ജഡം മാത്രം ബാക്കിയോ ആകുകയാണോ എന്ന് നമ്മളൊക്കെ ഭയപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം റമദാൻ കഴിയുന്നത് വരെ എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്. റമദാൻ രാവിലെ ഫജ്ർ മുതൽ മഗ്രിബ് വരെ നിസ്കരിക്കുന്നതിന് സമാനമായ ഒരു ഇബാദത്തിലാണ് ഓരോ വിശ്വാസിയും ഉള്ളതെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ മുടി വെളിവാക്കുവോ? ഇല്ല. അവരുടെ മുൻകൈ മാത്രമേ വെളിവാക്കുള്ളൂ. അത് നിസ്കാരത്തിലുള്ള ഔറത്താണ് അല്ലേ. എന്തായാലും ഇങ്ങോട്ട് അവരുടെ വസ്ത്രം വെളിവാക്കാറില്ല. മുട്ടോളം അവരുടെ ഔറത്ത് വെളിവാക്കാറില്ല. ഒരു മുസ്ലിം സ്ത്രീയാ പറയുന്നത് സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ പുരുഷന്മാരായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഒരു മുസ്ലിം സ്ത്രീ മുടി വെളിവാക്കോ? ഇല്ല. അവൾ ഔറത്ത് വെളിവാക്കോ? ഇല്ല. അവൾ അന്യപുരുഷനെ നിസ്കാരത്തിൽ നോക്കോ? ഇല്ല. ഒരു മുസ്ലിം പുരുഷൻ നിസ്കാരത്തിന്റെ സമയത്ത് ഒരു അന്യ സ്ത്രീയെ നോക്കോ? ഇല്ല. ഇതേ സിസ്റ്റമല്ലേ വിശുദ്ധ റമദാനിലെ നോമ്പിലുള്ളത്? കാരണം ഇബാദത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ തലയിൽ എത്ര ആളുകളുടെ തലയിൽ തട്ടമുണ്ട് നോക്കണം നിങ്ങൾ. ഒരു ശീലകഷ്ണം മാത്രമേ ഉള്ളൂ. ഒരു ശീലകഷ്ണം മാത്രം. നിസ്കരിക്കാത്ത കുടുംബത്തിലെ പെൺകുട്ടികളല്ല, നോമ്പ് നോൽക്കാത്ത പെൺകുട്ടികളല്ല, നോമ്പിനെ നിഷേധിക്കുന്ന യുവതികളല്ല, ദീനിനെ നിഷേധിക്കുന്ന യുവതികളല്ല. നിരീശ്വരവാദികളാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാം. മതത്തെ അംഗീകരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, നോമ്പിനെ അംഗീകരിക്കുന്നവർ, ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുന്നവർ തന്നെ. പക്ഷേ തെരുവിലൂടെ മുസ്ലിം സ്ത്രീകൾ പഴയ കാലത്തുണ്ടായിരുന്നു. തല മറക്കാത്തവരും റമദാനായാൽ തല ഒന്ന് മറയ്ക്കാറുണ്ട്.
ഒരു ഹിജാബിലേക്ക് വരാറുണ്ട്. ഞാൻ പറയുന്നത് മുഖവും മുൻകൈയും പൂർണ്ണമായി മറച്ച ഹിജാബല്ല, ഒരു സാമാന്യമായ എല്ലാവരും അംഗീകരിക്കുന്ന ആർക്കും അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു ഹിജാബ് ഉണ്ടല്ലോ. ഒരു മുഖമക്കനെയും അഥവാ മുൻകൈയും മുഖവുമെങ്കിലും വെളിവാക്കി ബാക്കിയുള്ളതൊക്കെ മറയ്ക്കുന്ന ഒരു സാമാന്യമായ ഒരു സ്ത്രീയുടെ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലുള്ള ഒരു വസ്ത്രധാരണ, റമളാൻ അല്ലാത്ത സമയത്ത് വീഴ്ച വരുന്നവർ പോലും റമളാനായാൽ അതൊന്ന് മാറ്റിയിട്ട് പിടിച്ച് റമളാൻ കഴിയുന്നത് വരെ മാന്യമായ ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കുന്ന കൾച്ചറിൽ നിന്ന് മാറിയിട്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ തലമറക്കാതെ തെരുവിലൂടെ ആരാ പറയുന്നത്? ദീനിനെ, ഞാൻ മുസ്ലിമല്ല, എനിക്ക് പടച്ചോനില്ല, ഞാൻ മരിച്ചുപോയാൽ എനിക്കാരും ദ്വാരക്കണ്ട, ഞാൻ അങ്ങനത്തെ ഒരു വകുപ്പിൽ പെട്ടവരല്ല, അങ്ങനത്തെവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സഹിക്കാം, നമുക്ക് അതങ്ങ് തള്ളിക്കളയാം. ഇതങ്ങനെയല്ല സഹോദര. മതത്തെ അംഗീകരിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ അവരൊക്കെ ഉണ്ട്. എന്നിട്ടും പക്ഷേ നോമ്പുകാലത്ത് ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് പോലും അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ലെങ്കിൽ റൂഹിൽ നഷ്ടപ്പെട്ട ജഡം മാത്രമായ നോമ്പുകാരായി നമ്മുടെ നാട്ടിലെ ഒരുപറ്റം ചെറുപ്പക്കാരും യുവതികളും മാറുന്ന സങ്കടം നിഷേധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. ആ ഹദീസിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിലേക്ക് പോയി തിരിച്ചു വരികയാണ്. ബഹ്റൈനിലേക്ക് എന്തിനു വേണ്ടി പോയതാണ്? ജിസിയ പിരിക്കാൻ വേണ്ടി പോയതാണ്. അഥവാ അവിടുത്തെ ആളുകളിൽ നിന്നൊക്കെ നികുതി പിരിക്കാൻ വേണ്ടി പോയതാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ. അത് പിരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോ അന്ന് രാവിലെ സുബ്ഹിക്ക് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മദീനയിലെത്തി. എത്തിയ വിവരം സ്വഹാബത്തൊക്കെ അറിഞ്ഞപ്പോ അന്ന് പള്ളിയിൽ ഭയങ്കര ജനക്കൂട്ടമുണ്ട്, എല്ലാ ദിവസവും ആളുണ്ടാവും. അന്ന് കൂടുതൽ ഒരു ഇത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു. അങ്ങനെയാണ് ഹദീസിലുള്ളത്. അല്ല, അബൂ ഉബൈദത്തുൽ ജറാഹ് തിരിച്ചു വന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, പലവരും പറഞ്ഞു, അതേ നബി, ഞങ്ങൾക്കറിയാം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ അബിശിറു വ അമ്മിലു, നിങ്ങൾക്ക് സന്തോഷിക്കാം, ധാരാളം പൈസ വന്നത്. കാരണം ഈ പൈസ ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ കാശും കൂടി പ്രതീക്ഷിച്ചു കൊണ്ടുവന്നതാണ്. കാരണം അവർക്ക് കിട്ടുന്ന കാശാണ്, അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, അതിനു വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത്, ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേലിൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാതു ബുസത്തു ദുനിയ അലൈക്കും, എന്റെ പേടി നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെടുമെന്നാണ്, അഥവാ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് എന്റെ പേടി. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പൂർവകാലത്തെ ജനതയെ പോലെ ആ പഴയ കാലത്തെ സമൂഹത്തിൽ അള്ളാഹു അഥവാ സമ്പത്ത് ധാരാളം കൊടുത്തതുപോലെ നിങ്ങൾക്കും അത് വിശാലമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്. പണം കിട്ടിയപ്പോ അതിലേക്ക് അവർ ഒഴുകി വന്നു, അവര് മത്സരിച്ചു വന്നു ആ പണം നേടിയെടുക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തുഹ്ലികുക്കും കമാ ഹലകത്തുഹും, അവരെ നശിപ്പിച്ചതുപോലെ സമ്പത്ത് നിങ്ങളെ നശിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു. ദാരിദ്ര്യം വേറൊരു ഹദീസിൽ കാണാം, ഞാൻ ഭയപ്പെടുന്നത് കുഫ്റല്ല, എന്റെ സമൂഹത്തിൽ നിന്ന് മതനിഷേധം ഉണ്ടാകുമെന്ന് ഞാൻ പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. പക്ഷെ അതിനേക്കാളും ഞാൻ പേടിക്കുന്നത് അവരിൽ ദുനിയാവ് വിശാലമായി, സമ്പത്ത് വളരെ കൂടുതലായി, അതിന്റെ പേരിൽ അവരിൽ നിന്ന് ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് മികച്ച ഉദാഹരണമാണ് നമ്മുടെ കേരളം. മലയാളികളുടെ കയ്യിൽ പണമുണ്ട്, നമ്മുടെ സമുദായത്തിൽ ആളുകളുടെ കയ്യിൽ പണമുണ്ട്, പണമില്ലാത്തവരില്ലെന്നല്ല പറയുന്നത്. പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ ചില അനുഗ്രഹങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന മനസ്സോടെ ജീവിക്കുകയാണോ സഹോദര? അള്ളാഹു തആല ഇതൊക്കെ കാണുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് വിശുദ്ധ റമളാനിലെ 13 ദിവസങ്ങൾ പിന്നിട്ട് അടുത്ത പകുതിയിലേക്ക് കടക്കാൻ പോകുമ്പോ ഒരു ആത്മവിചാരം നല്ലതാണ് എല്ലാവർക്കും. എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം വിശുദ്ധ റമളാൻ കൊണ്ടുള്ള ഉദ്ദേശം
ഞാൻ പറഞ്ഞല്ലോ 25 റമദാൻ നമുക്ക് കഴിഞ്ഞു, 50 എണ്ണം കഴിഞ്ഞു, 40 എണ്ണം കഴിഞ്ഞു. ഇനിയൊരു റമദാൻ ഉണ്ടോ എന്ന് അള്ളാന്റെ പക്കൽ മാത്രമാണ് ഉള്ളത്. ഈ റമദാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ, കാരണം എന്താണ് റമദാൻ കൊണ്ടുള്ള ഉദ്ദേശം? എന്താണ് നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം? നിസ്കാരം കൊണ്ടും റമദാൻ കൊണ്ടും ദിക്റ് കൊണ്ടൊക്കെ ഉദ്ദേശം അടിസ്ഥാനപരമായി മനുഷ്യരാവുന്ന നമുക്ക് ഇസ്തിഖാമത്ത് ലഭിക്കുക എന്നുള്ളതാണ്. ഇസ്തിഖാമത്ത് നമ്മൾ എല്ലാ ദിവസവും 17 തവണ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും ആ ഇസ്തിഖാമത്തിന് വേണ്ടിയാണ്. അഥവാ അള്ളാഹുവിനോട് നിരന്തരം ദ്വാരക്കുന്നതാ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ ഒരു വഴിയിൽ, മാർഗത്തിൽ, ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സത്യമായ മാർഗത്തില് നമ്മെ നീ നിലനിർത്തി തരണമേ എന്ന പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? ആ പ്രാർത്ഥനത്തിന്റെ സാരവും അർത്ഥവും അതിന്റെ ലക്ഷ്യവും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ സഹോദരന്മാരെ? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ശരിയാണ്, അതുകൊണ്ട് നമുക്ക് ഇസ്തിഖാമത്ത് ലഭിക്കുന്നില്ല. നമ്മുടെ കണ്ണിന് നിയന്ത്രണമില്ല, നമ്മുടെ നാവിന് നിയന്ത്രണമില്ല, നമ്മുടെ ചെവിക്ക് നിയന്ത്രണമില്ല, നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് നിയന്ത്രണമില്ല, പണം ചെലവഴിക്കുന്നിടത്ത് നമുക്ക് നിയന്ത്രണമില്ല, നമ്മുടെ സമയവും നമ്മുടെ ഓരോ വ്യവഹാരങ്ങൾക്കും കൃത്യമായ ഒരു സെറ്റായ ഒരു വഴിയില്ലെങ്കിൽ ഈ നിസ്കാരം കൊണ്ട് എന്ത് കാര്യമാണ്? നോമ്പ് സത്യം പറഞ്ഞാൽ 30 ദിവസത്തെ നോമ്പിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ടതും ആ ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് ലഭിച്ചില്ലെങ്കിലോ? ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് ഒരു തെറ്റും ചെയ്യാതെ ഒരാൾ മഅസൂമായി ജീവിക്കുന്ന തലത്തിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തുക എന്നത് അള്ളാഹുവിന് ലക്ഷ്യമില്ല. കാരണം അങ്ങനെ എല്ലാവർക്കും സാധിക്കുകയില്ല. മഹാന്മാരായ അമ്പിയാക്കളൊക്കെ മഅസൂമീങ്ങളാ, ഔലിയാക്കളൊക്കെ മഹ്ഫൂദീങ്ങളാ. പൂർവകാലത്ത് ജീവിച്ചുപോയ മനുഷ്യന്മാരുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ ഓരോന്ന് പലപ്പോഴും കേൾക്കുമ്പോൾ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്താറുണ്ട്. എന്താണ്? അവരുടെ ഇസ്തിഖാമത്ത് കാണുമ്പോൾ അവരുടെ ഓരോ ചുവടിലും ഇസ്ലാം ഉണ്ടായിരുന്നു, അവരുടെ ഓരോ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലും ഇസ്ലാം ഉണ്ടായിരുന്നു. അവർ ഭാര്യയോടൊപ്പമായാലും കുടുംബത്തോടൊപ്പമായാലും കല്യാണത്തിലായ അവരുടെ കല്യാണമായാലും അവരുടെ സൽക്കാരമായാലും അവരുടെ കച്ചവടമായാലും അവരുടെ വ്യാപാരമായാലും അവരുടെ ഏതേത് കാര്യങ്ങളായാലും അവിടെയൊക്കെ ഇസ്ലാം ഉണ്ടായിരുന്നു. അതാണ് ഇസ്തിഖാമത്ത്. ഒരു വഴിയിൽ എപ്പോഴും നിലനിന്ന് ജീവിക്കാൻ കഴിയുക. ഇന്നൊരു കോലം, നാളെ മറ്റൊരു കോലം, ഒരു മാസം കഴിഞ്ഞാൽ വേറൊരു രൂപം. ഇതൊന്നും ഇസ്തിഖാമത്തിന്റെ അടയാളമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ചരിത്രം ഞാൻ പറയട്ടെ. മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾക്ക് ഇസ്തിഖാമത്ത് ലഭിക്കാനുള്ള വഴികൾ എന്താണ്? ധാരാളം വഴികളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറയുന്നത്. ആ ദുആ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ദുആക്ക് എത്ര ആത്മാർത്ഥത ഉണ്ട് നമ്മൾ ചിന്തിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യണം ഇസ്തിഖാമത്തിന് വേണ്ടി. അഥവാ ഈ സത്യമായ ദീനിൽ, അതിന്റെ യഥാർത്ഥ പാന്താവിൽ പരമാവധി സംസ്കരിക്കപ്പെട്ടവനായി ജീവിച്ച്, നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ച ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ട് നിങ്ങൾ മരണപ്പെടരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു വസിയ്യത്ത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്ന തലത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അപ്പൊ മഹാന്മാരുടെ ജീവിതം കേൾക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെയായി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഇസ്തിഖാമത്ത് ലഭിക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചിരുന്നു. ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് ഇസ്ലാമിന്റെ ശരീഅത്തിനെ പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയുന്നത് വിശുദ്ധ ഖുർആനിനെ കൂട്ടുകാരനാക്കുക എന്നുള്ളതാ. വിശുദ്ധ ഖുർആനിനെ കൂട്ടുകാരനാക്കുക, വിശുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക. ആ പാരായണം ചെയ്യുന്നതോടൊപ്പം ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവും. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ വളരെ പ്രമുഖനാണ്. മഹാനവറുകളുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവാം. മഹാനവറുകളുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? മഹാനവറുകൾ ഖവ്വാമും സവ്വാമും ആയിരുന്നു, ഖദീനുൽ ഖുർആൻ ആയിരുന്നു. അഥവാ ഏറ്റവും ശക്തമായ ചൂടുള്ള പകലുകളിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളായിരുന്നു. അതിനു പുറമെ മഹാനവറുകൾ രാത്രി പലപ്പോഴും കുറെ സമയം നിസ്കരിക്കുന്ന ആളായിരുന്നു. അതിനെല്ലാം പുറമെ മഹാനവറുകളുടെ വിശേഷണം ഖുർആൻ ഒരു കൂട്ടുകാരനായി ജീവിതത്തിൽ എന്നും കൊണ്ടു നടന്ന ആളായിരുന്നു. വിശുദ്ധ റമളാനിൽ പോലും ഒരു ഖത്മ് പോലും തീർക്കാൻ നമ്മൾ പാടുപെടുകയാണ് അല്ലേ സുഹൃത്തുക്കളെ? ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്താണത്? ഈ സ്പോട്ടിൽ ഈ ഇരിക്കുന്ന നിങ്ങളോ ഞാനോ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ രണ്ടാലൊന്ന് തീരുമാനിക്കുമല്ലോ, രണ്ടാലൊന്ന് തീരുമാനിക്കും. അതിന് ഖിയാമത്ത് നാൾ വരെ കാത്തിരിക്കൊന്നും വേണ്ട.
നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് മരിച്ചോനക്ക് തിരിച്ചറിയും. അള്ളാഹു സന്തോഷമുള്ളൊരവസ്ഥ നമുക്ക് നൽകുമാറാവട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, രണ്ടാലൊന്ന് തീരുമാനിക്കും. അടയാളങ്ങൾ നമുക്ക് പ്രകടമാണ്, വിചാരണക്ക് വരാനുണ്ട്. പക്ഷെ എന്റെ പോക്കെങ്ങോട്ട് എന്ന് കണ്ണടക്കുമ്പോൾ, അങ്ങനെയാണല്ലോ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ കണ്ണിന്റെ ഷട്ടർ അടയ്ക്കുമ്പോ വേറെ ചില കണ്ണുകൾ തുറക്കുന്നു, മൂർച്ചയുള്ള കണ്ണുകൾ. നമ്മൾ കാണാത്ത പലതും വളരെ 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 വ്യക്തമായി മരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ അവനിക്ക് അനുഭവപ്പെടുമല്ലോ. അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത്, സ്പോട്ടിൽ മരിച്ചാൽ ഒരാൾക്ക് സ്വർഗം കിട്ടാനുള്ള ഡിമാൻഡ് എന്താണ്? അല്ലാഹു തആല നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞതിനുള്ള ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് ഒറ്റ ഡിമാൻഡേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. നന്മയുടെ ഏടിന് ഭാരം കൂടിയോ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. അല്ലാഹു അങ്ങനത്തെ നമ്മൾ പഠിച്ചു തരുമാറാവട്ടെ. ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാളിയ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. നമുക്കൊക്കെ സുപരിചിതമായ മനപ്പാഠമുള്ള ഒരു വചനമാണിത്. ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സഹോദര? നന്മയുടെ ഏടിന് ഭാരം കൂടിയാൽ ഫഹുവ ഫീ ഈശത്തിൻ റാളിയ, ഓൻ റാളിയായ സംതൃപ്തമായ സമാധാനമുള്ള സന്തോഷങ്ങളുടെ കേദാരമായ ആ സ്വർഗീയ ആരാമത്തിൽ ജീവിക്കാൻ പോവുകയാണ്. അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ അങ്ങനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദ്വാരക്കാൻ നമുക്ക് എളുപ്പമാണ്, എത്രയും റബ്ബിനോട് ദ്വാരക്കാം. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ നന്മയുടെ തുലാസിന് ഒരു പണത്തൂക്കം കൂടുതലുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഞാനടക്കമുള്ള എത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് സഹോദരന്മാരെ. 50-50 പ്രശ്നല്ലേ? 45 നന്മയും 49 നന്മയും 51 തിന്മയുമായാൽ പ്രശ്നം തന്നെയല്ലേ? 51 ആയി കിട്ടണ്ടേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഇതിന്റെ ഗൗരവം എന്താണ്? നമ്മ മരിച്ചു പോയാൽ നമ്മുടെ നന്മയുടെ ഏടിന് ഭാരം കൂടിയില്ലെങ്കിൽ നരകമാണ്, അല്ലെങ്കിൽ സ്വർഗമാണ്. അള്ളാഹു അത്രേ പറഞ്ഞിട്ടുള്ളൂ. 100% നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, 85% പറഞ്ഞിട്ടില്ല. 50% അപ്പുറം തിന്മയെക്കാളും നന്മ കൂടിയാൽ നിന്നെ സ്വർഗത്തിൽ കയറ്റാമെന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ അള്ളാഹു വാഗ്ദത്തം ലംഘിക്കാത്ത, അല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ് എന്നല്ലേ, അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കില്ല. അള്ളാഹു സ്വർഗം തരൽ നിർബന്ധമൊന്നുമില്ല, പക്ഷെ അള്ളാഹു വാഗ്ദത്തം ലംഘിക്കൂല. അള്ളാഹു അങ്ങനത്തെ നമ്മളെ പെടുത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നന്മയുടെ ഏട് ഭാരം കൂട്ടാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് വിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. അതിനു പുറമെ ഇസ്തിഖാമത്ത് ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക എന്ന് പറയുന്നത് മഹാന്മാർ. കാരണം ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീന ലിമൻ ശാഅ മിൻകും മൻ യസ്തഖീം. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമാണ്. ഖുർആനിനെ പറ്റി പരിചയപ്പെടുത്തി പറയുന്നുണ്ട്, ലോകർക്ക് ഉപദേശമല്ലാതെയല്ല ഈ ഗ്രന്ഥം, എല്ലാ ലോകർക്കും ഉപദേശമാണ്. ആർക്കാണ് ഉപദേശം? ലിമൻ ശാഅ മിൻകും മൻ യസ്തഖീം. മുസ്തഖീം ഉദ്ദേശിക്കുന്ന, ഇസ്തിഖാമത്ത് ഉദ്ദേശിക്കുന്ന ജീവിതം ഒരു ഓർഡറിലാക്കി മാറ്റിയിട്ട്, അഥവാ നോട്ടത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും വ്യവഹാരങ്ങളിലും കച്ചവടത്തിലും വ്യാപാരത്തിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ, ഒരു മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഇസ്തിഖാമത്ത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉപദേശമുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൗമാരം മുതൽ തന്റെ ജീവിതത്തിൽ മരണം വരെ വിശുദ്ധ ഖുർആൻ മഹാനവറുകൾ പകൽ ടൈം 4/1 ഖുർആൻ മുസ്ഹഫ് നോക്കിയിട്ടും രാത്രി ബാക്കിയുള്ളത് നിസ്കാരത്തിലായി ഓതി തീർക്കുന്ന പതിവുകാരനാണ് ആ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്. ആ പതിവ് നഷ്ടപ്പെട്ടത് എപ്പോൾ, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്, ആ പതിവ് നഷ്ടപ്പെട്ടത് സഹോദരന്മാരെ ഒരൊറ്റ ദിവസം മാത്രമാണ്. മഹാനവറുകൾ അന്നത്തെ ഇസ്ലാമിന്റെ ഖലീഫയുടെ ക്ഷണം സ്വീകരിച്ച് ഡമസ്കസിൽ അതിഥിയായി ചെന്ന് അവിടെ ചെന്ന സമയത്ത് മഹാനവറുകളുടെ മകൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി. ആ മകന്റെ കബറടക്കി അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ മഹാനവറുകളുടെ കാലിനൊരു അസുഖം ബാധിച്ചു. ആ അസുഖം വ്രണമായി. രാജാവിന് വല്ലാത്ത, അന്നത്തെ ഖലീഫക്ക് വല്ലാത്ത വിഷമമായി, പ്രയാസമായി. ആ ഖലീഫ അന്നുള്ള മുഴുവൻ വലിയ പ്രശസ്തരായ മുഴുവൻ എല്ലാ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും ഒക്കെ വിളിച്ചു വരുത്തി
അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു, മരുന്നുകൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒരസുഖമല്ല ഇത്. ഇതിന് പ്രതിവിധി എന്തു മാത്രമേ ഉള്ളൂ, തന്റെ കാല് മുറിച്ച് മാറ്റിയാൽ ബാക്കി ശരീരഭാഗങ്ങളെങ്കിലും രക്ഷപ്പെടുമെന്ന് തീരുമാനമെടുക്കുകയും മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ച് മാറ്റാൻ വേണ്ടി ഒരുങ്ങുകയാണ്. മഹാനവറുകൾ അതിന് റെഡിയായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കാല് മുറിച്ച് മാറ്റുന്നതിന് മുമ്പ്, കാരണം സർജറി നടക്കുകയാണ്, കാലിലെ എല്ലടക്കം മുറിച്ച് മാറ്റാൻ പോവുകയാണ്. സ്വാഭാവികമായും അനസ്തേഷ്യ ചെയ്യണം. അതിനുള്ള സംവിധാനം ഇന്നത്തെ പോലെ ആധുനിക സംവിധാനമില്ല. അതുകൊണ്ട് മനുഷ്യനെ ലഹരി വസ്തു ഉപയോഗിച്ച് മസ്താക്കിയിട്ടാണ് ആ കാലത്ത് അങ്ങനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് പോയി കൊടുത്തപ്പോൾ ചോദിച്ചു, ഇതെന്തിനാണ്? ഇത് നിങ്ങളുടെ കാല് മുറിച്ച് മാറ്റാൻ പോവുകയാണ്, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടാവും, അത് പരിഹരിക്കാനാണെന്ന് പറഞ്ഞപ്പോ എന്റെ കാല് മുറിച്ച് മാറ്റുന്ന സമയത്ത് ഒരു ഹറാമായ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്ത് ഞാൻ അതിനനുവദിക്കില്ല, എനിക്ക് ആവശ്യമില്ല. നിർബന്ധ സാഹചര്യത്തിൽ അത് ഇസ്ലാമിൽ പറ്റും, പക്ഷേ മഹാന്മാർക്ക് അതുപോലും സഹിക്കില്ല. അങ്ങനെ അവസാനം രണ്ടാമത് മഹാനവറുകളുടെ കാല് മുറിച്ച് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ സഹിക്കാം, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വേദന സഹിക്കാം, അതിന് അള്ളാഹു എനിക്ക് ഫലം നൽകും. അങ്ങനെ അവസാനം ഡോക്ടർ കാല് മുറിച്ച് മാറ്റാൻ വരുമ്പോ കുറെ ആളുകളുമായിട്ട് വരികയാണ്. ഈ ആളുകളൊക്കെ എന്തിനാണ് എന്റെ കാല് മുറിച്ച് മാറ്റാൻ? അതിന് ആയുധം മാത്രം പോരാ, നിങ്ങളുടെ കാല് മുറിച്ച് തുടങ്ങി എല്ലിലേക്ക് എത്തുമ്പോ അതികഠിനമായ വേദന വരുമ്പോ നിങ്ങൾ വെപ്രാളം പെടുന്ന സമയത്ത് നിങ്ങളുടെ കൈകാലുകൾ പിടിച്ചു വെക്കാനുള്ള ആളുകളാണ്, പിടിച്ചു കെട്ടാനുള്ള ആളുകളാണ് ഇവര്. അവരോടൊക്കെ പോകാൻ പറയൂ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഞാനൊരു പ്രതിവിധി പറയാം, ഞാൻ തസ്ബീഹും തഹ്ലീലും ചൊല്ലിക്കൊണ്ടേയിരിക്കും, ആ സമയത്ത് നിങ്ങൾ മുറിച്ചു മാറ്റിക്കൊള്ളൂ. അള്ളാഹുവിന്റെ ദിക്റിൽ ഞാൻ വ്യാപൃതനാകുമ്പോൾ നിങ്ങൾ മുറിച്ചു മാറ്റിക്കൊള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനവറുകൾ തഹ്ലീലും തസ്ബീഹും ഇങ്ങനെ ചെല്ലി അതിന്റെ മാസ്മരികമായ ലഹരിയിൽ നമുക്കൊരു പക്ഷേ ആ ലഹരി മനസ്സിലാവൂല, എന്നാലും ചില ആളുകളൊക്കെ ദിക്റിലും നമുക്ക് മനസ്സിലാവാറുണ്ട് ഒരു വല്ലാത്ത ലഹരിയിലാണ് അയാളെന്ന്. നമുക്ക് ആ ലഹരി കിട്ടാത്തതിന്റെ കാരണം അള്ളാഹുവും നമ്മളും തമ്മിലുള്ള കണക്ഷന്റെ പ്രശ്നമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ലഹരിയിൽ ആ കാല് മുറിച്ചു മാറ്റുകയും, അന്നത്തെ കാലത്ത് കാല് മുറിച്ചു മാറ്റിയാൽ ബ്ലഡ് നിൽക്കാൻ വേണ്ടി ചെയ്യാറുള്ളത് തിളച്ച ജൈത്തെണ്ണയിൽ ആ മുറിച്ച ഭാഗം മുക്കിയെടുക്കും. അങ്ങനെ മുക്കിയെടുത്തു, അതോടുകൂടെ ബോധരഹിതനായി വീണു. അങ്ങനെ ബോധരഹിതനായി മഹാനവറുകൾ കുറെ സമയം, അന്നത്തെ ഒരു രാവ് അല്ലെങ്കിൽ പകൽ ടൈം, മഹാനവറുകൾക്ക് ബോധം നഷ്ടപ്പെട്ടു. ആ സമയം മാത്രമാണ് വിശുദ്ധ ഖുർആൻ പാരായണം മഹാനവറുകൾക്ക് നഷ്ടപ്പെട്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ബോധം തെളിഞ്ഞ സമയത്ത് മുറിച്ച് മാറ്റിയ കാലിന്റെ ഭാഗമുണ്ടല്ലോ, ആ കാലിന്റെ ഭാഗം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് മഹാനവറുകൾ പറഞ്ഞൊരു ഭാഗം, ഒരു വാക്യമുണ്ട്, ഒരു പ്രഖ്യാപനം മഹാനവറുകൾ നടത്തുന്നുണ്ട്. അതെന്താണ്? അമാവല്ലദീ ഹമലനി അലൈകി ഫീ അത്മാത്തിൽ ലൈലിൽ മസാജിദി. തന്റെ കാൽ മുറിച്ച് മാറ്റിയ കാല് കയ്യിലെടുത്തിട്ട് അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞതെന്താ? അള്ളാഹുവിനെയാണ് സത്യം, എത്രയോ രാത്രിയുടെ ഇരുട്ടിൽ പള്ളികളിലേക്ക് എന്നെ ചുമന്നുകൊണ്ടുപോയ കാല്, ആ കാലിൽ നിന്നിലൂടെ എന്നെ ചുമന്ന അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ഇന്നഹു ലയഅലമു, അല്ലാഹുക്കറിയാം, അന്നനി മാ മശൈതു ബിക്കി ഇലാ ഹറാമിൻ ഖത്ത്, ഇത്രയും കാലത്തിനിടയിൽ ഈ കാലാകുന്ന നിന്നെ കൊണ്ട് ഞാൻ ഒരു ഹറാമിലേക്കും നടന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ അങ്ങനെ ഒരു കവിയുടെ ഒരു 3 വരികൾ ഇങ്ങനെ പാടുന്നുണ്ട്. അതെന്താണ്? ലഅംറുക മാ അഹ്വൈതു കഫീ ലിരിബതി ഇല്ലാ വലാ ഹമലത്നി നഹ്വ ഫാഹിശത്തിൻ രിജിലി വലാ ഖാദനി സംഈ വലാ ബാസരി ലഹാ വലാ ദല്ലനി റഅയി വലാ അലൈഹാ വലാ അഖ്ലി വഅലമു അന്നി ലം തുസിബനി മുസീബത്തുൻ മിനദ്ദഹരി ഇല്ലാ ഖദ് അസാബത്ത് ഫതൻ ഖബലി. മഹാനവറുകൾ പാടുന്നത് എന്താണ്? ലഅംറുക, റബ്ബേ നിന്റെ പ്രായമാണ് സത്യം, നിന്റെ ഉംറാണ് സത്യം.
മാഹ്വൈതു കഫീ ലിരീബത്തിൻ, സംശയാസ്പദമായ ഒരു കാര്യത്തിലേക്ക് പോലും എൻ്റെ കരങ്ങളെ ഞാൻ നീട്ടിയിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. വലാ ഹമലത്തിനീ നഹ്വ ഫാഹിഷത്തിൻ റിജ്ലി, ഒരു തെറ്റായ മോശമായ കാര്യത്തിലേക്കും എൻ്റെ കാല് എന്നെ ചുമന്നുകൊണ്ടുപോയിട്ടില്ല. വലാ ഖാദനി സംഈ വലാ ബസരീ ലഹാ, എൻ്റെ കേൾവിയോ എൻ്റെ കാഴ്ചയോ തെറ്റായൊരു കാര്യത്തിലേക്കും നയിച്ചിട്ടില്ല. വലാ ദല്ലനീ റഈ അലൈഹാ വലാ അഖ്ലി, എൻ്റെ അഖില് പോലും അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. ഇസ്തിഖാമത്തിന്റെ ആ വലുപ്പം എത്രമാത്രമാണെന്നും ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഇസ്തിഖാമത്താണ് നമ്മുടെ ലക്ഷ്യം. റമദാനിന്റെ ലക്ഷ്യം അതാണ്, നിസ്കാരത്തിന്റെ ലക്ഷ്യം അതാണ്. ദിക്റിന്റെ മജ്ലിസിൽ പല ലക്ഷ്യങ്ങളും വെക്കാം നമുക്ക്, ശരിയാ. സ്വലാത്തിന്റെ മജ്ലിസിൽ പല ലക്ഷ്യങ്ങളും നമുക്ക് വെക്കാം. എന്തുദ്ദേശിക്കാം? ദുനിയാവ് ഉദ്ദേശിക്കാം, രോഗശമനം ഉദ്ദേശിക്കാം, അതുപോലെ തന്നെ ഇടങ്ങേറുകൾക്ക് പരിഹാരം നമുക്ക് ഉദ്ദേശിക്കാം. അതേ സമയത്ത് അതിന്റെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇസ്തിഖാമത്താണ്. ആ ഇസ്തിഖാമത്ത് ലഭിക്കുന്ന മനുഷ്യർ, ആ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഖുർആൻ വിശദീകരിച്ചത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ച് വിശ്വസിച്ച് ഈമാൻ കൊണ്ട ആളുകൾ. ഈമാൻ കൊണ്ടോട്ട് മാത്രം കാര്യമില്ല, ഈമാൻ കൊണ്ട് എത്രയോ മനുഷ്യന്മാരുണ്ട്. അവരുടെ ഈമാൻ ഉണ്ടവർക്ക് അല്ലാഹ് എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ആ ഈമാനിന്റെ പവറിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമത്തിനും വ്യത്യാസമുണ്ട്. അല്ലാഹു നമ്മുടെ റബ്ബാണെന്ന് വിശ്വസിച്ച് സുമ്മസ്തഖാമൂ, പിന്നെ അവര് ചൊവ്വായ രൂപത്തിൽ ജീവിച്ച ആളുകൾ, അവരുടെ പ്രത്യേകത എന്താ? തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അരിക മാലാഖമാർ ഇറങ്ങി വരും. എപ്പോഴാണ് ഈ ഇറക്കം? നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഒന്ന് മരിക്കുന്ന സമയത്താണ്, മറ്റൊന്ന് ഖബറിലേക്ക് വെക്കപ്പെടുമ്പോഴാണ്, മറ്റൊന്ന് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴാണ്. ആ സമയത്തൊക്കെ അവരോട് മലായിക്കത്ത് പറയും, എന്താ പറയാ? അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കേണ്ടതില്ല, ദുഃഖമില്ല നിങ്ങൾക്ക്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗം നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നഹ്നു ഔലിയാഉക്കും ഫിദ് ദുനിയാ വൽ ആഖിറ, നിങ്ങളുടെ ദുനിയാവിൽ നിങ്ങളെ സഹായികൾ നമ്മളായിരുന്നു, ഇനി അഥവാ ആഖിറത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് മലാക്കമാര്, റഹ്മത്തിന്റെ മലായിക്കത്ത് വന്നുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്.